2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വമ്പൻ ഫൈറ്റുകൾക്ക് കളമൊരുങ്ങുന്നതായി സൂചന. കോൺഗ്രസ് നേതാക്കൾ ഡൽഹിക്ക് പോയി തിരക്കിട്ട കൂടിയാലോചനകൾ നടത്തി പഴയ പടക്കുതിരകളെ രംഗത്തിറക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ജി സുധാകരൻ ഉൾപ്പെടെ ഉള്ള ആൾക്കാരെ വീണ്ടും മത്സര രംഗത്തിറങ്ങാൻ CPM തീരുമാനിച്ചിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ കണ്ണൂരിൽ, വിശേഷിച്ചും ധർമ്മടം പോലൊരു മണ്ഡലത്തിൽ, അവിടെയും നമുക്കറിയാൻ സാധിക്കുന്നത് ഒരു വലിയ ഫൈറ്റിന് ഒരുങ്ങുന്നുവെന്നാണ്. കോൺഗ്രസിൻ്റെ എക്കാലത്തെയും തീപ്പൊരി നേതാവ് കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിച്ചാൽ എന്താകും സ്ഥിതി? മത്സരിച്ചാൽ എന്താകും സ്ഥിതി എന്നുള്ളതിന് വേണ്ടിയാണല്ലോ മത്സരിക്കുന്നത്. അപ്പം അതിനകത്ത് ആ മത്സരം എന്ന് പറയുമ്പം ധർമ്മടം പോലെ ഒരു നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ ആളില്ലാത്തൊരവസ്ഥയുണ്ട്. സ്ഥിരമായിട്ട് ഈ മത്സരത്തൊഴിലാളി ഉണ്ടായിരുന്നു അവിടെ, മനസ്സിലായി. ആ സ്ഥലത്തേക്ക് ഇപ്പൊ ഈ പറയുന്ന കെ സുധാകരൻ എന്ന് പറയുന്ന ആൾ, കാരണം കണ്ണൂര് അല്പമെങ്കിലും ഒരു കാലത്ത് കോൺഗ്രസിനെ കണ്ണൂർ ഉണ്ടാക്കിയെടുത്ത നേതാവാണ്. ഇപ്പോഴും കണ്ണൂർ കോൺഗ്രസിന് അല്പമെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ ജി സുധാകരന്റെ തട്ടത്തിലേ ഉള്ളൂ. അതായത് ജി സുധാകരന്റെ കെയർ ഓഫിൽ ഒരു മുനിസിപ്പാലിറ്റി, കെ സുധാകരന്റെ കെയർ ഓഫിൽ ഒരു മുനിസിപ്പാലിറ്റി അല്ലെ ആ മണ്ഡലവും അതിപ്പോഴും അദ്ദേഹത്തിന് രാഷ്ട്രീയക്കാരൻ എന്നുള്ള രീതിയിൽ കൃത്യമായ വ്യക്തിമുദ്ര അല്ലെങ്കിൽ ഒരു ഐഡന്റിറ്റി ഉള്ള നേതാവാണ്. അയാളെ കോൺഗ്രസിനകത്ത് അദ്ദേഹത്തിന് വിലയുണ്ടാവുന്നത് തന്നെ കോൺഗ്രസ് എല്ലായിടവും ഉള്ളപ്പോൾ എത്തി നോക്കാൻ പറ്റാത്ത കണ്ണൂർ പോലെയുള്ളിടത്ത് അഡ്രസ് ഉണ്ടായി. അപ്പം അദ്ദേഹം ഈ പറയുന്ന വെല്ലുവിളികൾ എപ്പോഴും പിണറായിയോടായിരുന്നല്ലോ. പുള്ളിയുടെ രാഷ്ട്രീയ KPC പ്രസിഡന്റ് ആയിട്ടിരുന്നപ്പോഴും അതിന് മുമ്പും അതിന് പിൻപും ആവുന്ന സമയത്തെല്ലാം വെല്ലുവിളി നടത്തിയിട്ടുള്ളത് പിണറായിയോടാണ്. ഒരുപക്ഷെ പിണറായി വടിവാളിൻ്റെ ഇടയ്ക്കൂടെ നടന്ന് പറയുമ്പോൾ അത് വടിവാളൊന്നും അല്ലായിരുന്നില്ലേ, പ്ലാസ്റ്റിക് വാളായിരുന്നു പറയുന്നതും അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾ. എല്ലാ രീതിയിലും ഈ പറയുന്ന പിണറായിയുടെ അഭ്യാസങ്ങളല്ലായിരുന്നു ഇതുവരെ. അപ്പം അദ്ദേഹം വരുക എന്ന് പറയുമ്പോൾ അത് കോൺഗ്രസിൻ്റെ ഒരു വലിയ തീരുമാനമായിരിക്കും. അല്ലെങ്കിൽ ആ പറയുന്നത് പോലെ നേതാക്കന്മാർ ഇപ്പം ഈ പറയുന്ന സുധാകരൻ മത്സരിക്കാൻ വരുമ്പോൾ അദ്ദേഹം മത്സരിക്കാൻ നിസ്സാരമായിട്ട് MLA ആവാനല്ലോ മത്സരിക്കാൻ വരുന്നത്. അദ്ദേഹം മത്സരിച്ച് ജയിച്ച് അദ്ദേഹത്തിന്റെ ഉള്ളിലിരിക്കുന്നവർ മന്ത്രിയുമല്ല, മുഖ്യമന്ത്രിയാണ്. അതേപോലെ ഇപ്പം മുല്ലപ്പള്ളി വന്നാലും തന്നെ, VM സുധീരൻ വന്നാലും തന്നെ. അപ്പൊ ആ ചെറിയ പാറ്റേണിൽ മത്സരിച്ച ആൾക്കാർ അറിയാൻ വേണ്ടി വരുന്ന ഒരാളല്ല. ആ ഇടത്തേക്ക് പിണറായി വിജയനെ ധർമ്മടം പോലെയുള്ളിടത്ത് മത്സരിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യവുമല്ല. ആ ഇടത്തേക്ക് കോൺഗ്രസിന്റെ ആ നേതാവ് വരുമ്പോൾ അതിനകത്തൊരു പ്രതീക്ഷ ഉള്ളതുപോലല്ലേ, അല്ലെങ്കിൽ പിണറായിയെ തോൽപ്പിക്കാൻ എനിക്ക് സാധിക്കും എന്നുള്ള രീതിയിലേക്കൊരു രാഷ്ട്രീയം വരുന്നുണ്ട്. അപ്പം ഇതിനകത്ത് ഈ 2026 ഇലക്ഷൻ വലിയൊരു പ്രത്യേകത ഉണ്ട്. 2 വട്ടം തുടർച്ചയായിട്ട് മത്സരിച്ചതിന് ശേഷം 3ാമത് CPM ജയിക്കേണ്ടതായിട്ടുണ്ട്. കാരണം CPM ഇവിടെ ഉള്ളൂ ഈ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഇനിയുള്ളിടം ഇവിടെ ഉള്ളൂ. ഈ ഇടം നിലനിർത്താതെ പോയാൽ ഒരുപക്ഷെ ഈ 3ാമത്തെ ടേൺ ആണെങ്കിൽ പോലും ഈ പ്രാവശ്യം മത്സരിച്ചില്ലേ CPM ഇല്ലാതെ. അതേ അവസ്ഥയല്ലേ കോൺഗ്രസിന്റെ. കോൺഗ്രസിനും ഏറ്റവും ഇങ്ങനെ ഓരോരുത്തരം കഴിയുമ്പോഴേ ഏറ്റവും അവസാനം ബീഹാർ കഴിഞ്ഞിട്ട് 6ൽ വരുമ്പം 6ഉം കൂടെ BJPക്കകത്തോട്ടാ പോകുന്നത്. ചേർന്നു. ഇപ്പൊ അടുത്ത അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു തുരുത്ത് ഉണ്ടാവണം എന്നുള്ളത് അടുത്ത പിടിക്കേണ്ടാവുന്നത്. അപ്പൊ അവരും മത്സരരംഗത്തേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെ പ്രഗത്ഭരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ കൊണ്ടാണ് വരുന്നത്. കാരണം 22 ഇപ്പോൾ ഉള്ളത്. ആ 22ൽ നിന്ന് എത്ര വലിപ്പത്തിൽ കയറി വന്നാലാണ് ഭരണം പിടിക്കാൻ പറ്റുന്നത്. 9ൽ നിന്ന് ഭരണം പിടിച്ചിട്ടുള്ള പാരമ്പര്യം കോൺഗ്രസ് 50 കൂടണം. അതെ, 9ൽ നിന്ന് ഭരണം പിടിച്ചിട്ടുള്ള പാരമ്പര്യം കോൺഗ്രസ് ഉണ്ട്. അപ്പം അതൊക്കെ ഉണ്ട്. അപ്പം അത് ഒക്കത്തില്ലെന്നുള്ളതല്ല, എന്നാലും ഭഗീരഥ പ്രയത്നം നടത്തേണ്ടതായിട്ട് വരും. അപ്പം ഇതിനകത്ത് പിണറായിയെ പാട്ടിലാക്കാൻ പോലും സാധിക്കും എന്നുള്ള മെസ്സേജ് ഒരു പക്ഷേ ഇലക്ഷന് മുമ്പ് കൊടുത്ത് മത്സര രംഗത്തേക്ക് വരുന്നതിനും അസാധ്യമായിട്ടുള്ളത് ഒന്നും കോൺഗ്രസിന് ഇല്ല എന്നുള്ളൊരു മെസ്സേജിലേക്ക് വരുന്നതിനും വേണ്ടിയാണ് അവർ അധികായന്മാരെ മത്സരിക്കും. ഒരുപക്ഷെ മുല്ലപ്പള്ളി രാമചന്ദ്രനും VM സുധീരനും അപ്പം എല്ലാവരും മത്സര രംഗത്തേക്ക് വന്ന്, അതായത് ജയിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമാണ്. 2026 എത്ര ആയാലും ഏതർത്ഥത്തിലായാലും പാർട്ടിയെ തിരിച്ച് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഇനി ഈ പാർട്ടി ഇന്ത്യയിൽ തീർന്നതുപോലെ കേരളത്തിലും തീർന്നു പോകും എന്നുള്ളൊരു മെസ്സേജാണ്. അതുകൊണ്ടാണ് ധർമ്മടത്ത് ഒരുപക്ഷെ സുധാകരൻ മത്സരിക്കാൻ പോകുന്നത്. അതൊരു വല്ലാത്തൊരു മെസ്സേജാണ്. അപ്പം അത് പാർട്ടിക്ക് ഗുണം ചെയ്യുന്നതിന് വേണ്ടിയാണ് അത്തരത്തിൽ ഒരു കാര്യത്തിന് സുധാകരൻ ഇറങ്ങുമ്പോൾ അതിനകത്തൊരു പ്രതീക്ഷയും നമുക്ക് കാണാം. തീർച്ചയായിട്ടും അത് സാറ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ധർമ്മടം പോലൊരു മണ്ഡലത്തിൽ പിണറായി വിജയനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ നേരിടാൻ ഈ സ്ഥിരം മത്സര തൊഴിലാളികൾക്ക് പകരം കെ സുധാകരൻ പോയി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ മെസ്സേജ്, ഒന്നാമത്തെ മെസ്സേജ്, ഒരു ഭാവി മുഖ്യമന്ത്രി, ഒരു 3ാം മുഖ്യമന്ത്രി ആവാൻ വരുന്ന പിണറായി വിജയനെതിരെ മുഖ്യമന്ത്രി തന്നെ ആവാൻ കെ സുധാകരൻ വരുന്നുണ്ട്. 2, കണ്ണൂരിന്റെ ഒരു രാഷ്ട്രീയത്തിൽ
പിണറായി വിജയനോട് മുട്ടാൻ ഇന്ന് UDF-ൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരാൾ കെ സുധാകരൻ തന്നെയാണ്. 2. മൂന്നാമത്തെ കാര്യം, CPM-ന്റെ രീതിശാസ്ത്രം എന്താണോ അതിൽ കെ സുധാകരനെ ഗാന്ധിയൻ എന്ന് ആരെങ്കിലും വിളിക്കുമെന്ന് എനിക്കറിയില്ല. കെ സുധാകരൻ ഗാന്ധിയനേക്കാൾ ഇപ്പൊ പറഞ്ഞ CPM-നേക്കാളും വലിയ പോരാളിയാണ്. അടിക്ക് അടി, ഇടിക്ക് ഇടി, കത്തിക്ക് കത്തി, വെട്ടിന് വെട്ട്. അങ്ങനെ നിൽക്കാനേ കണ്ണൂരിൽ പറ്റുള്ളൂ സാറേ. അങ്ങനെ നിന്നൊരാളാണ്. നാലാമത്തെ ഒരു കാര്യം കൂടി ഉണ്ട്, സ്വകാര്യമാണ് എന്ന് ആരും വിചാരിക്കുന്നില്ല. കെ സുധാകരൻ പിണറായി വിജയനെതിരെ മത്സരിച്ചാൽ ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു ആ മണ്ഡലത്തിലെ BJP വോട്ട് ആർക്ക് പോകുന്ന ആലോചിച്ചാൽ BJP സ്ഥാനം. സംഭവമൊക്കെ ശരിയാണ്, കോൺഗ്രസ് ഞങ്ങൾ അഖിലേന്ത്യാ തലത്തിൽ ഞങ്ങളെ വലിയ ശത്രുവാണ് എന്നൊക്കെ പറഞ്ഞാലും നേതാക്കന്മാർ അങ്ങനെ പ്രസംഗിച്ചു കൊള്ളട്ടെ. കണ്ണൂരിലെ RSSകാർ ആർക്ക് വോട്ട് ചെയ്യുന്ന അപ്പം ആലോചിച്ചാൽ മതി. അവിടെ അന്തർധാര ഉണ്ടാവില്ല. അന്തർധാര എന്നല്ല, പരസ്യമായ ധാരയായിരിക്കും ഇത്. യാതൊരു തർക്കവുമില്ല. അത് കെ സുധാകരൻ ഇവർ ഈ മാമൂല് വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും കെ സുധാകരൻ പറഞ്ഞിട്ടുണ്ടല്ലോ, RSSകാരുടെ ജീവനും അവരുടെ ക്യാമ്പുകൾക്കും കാവല് നിൽക്കേണ്ട കാലത്ത് ഞങ്ങൾ അവിടെ നിന്നിട്ടുണ്ട്. അത് ജനാധിപത്യമാണ്. ജനാധിപത്യത്തിലെ പ്രാഥമിക മര്യാദയാണ്. RS ഉണ്ടാവാൻ പാടില്ല, അവരുണ്ടായി കഴിഞ്ഞാൽ വെടിവെച്ച് കളയും, അവരുണ്ടായി കഴിഞ്ഞാൽ കുത്തിക്കൊന്നു കളയും എന്നൊരു പാർട്ടി, ഏത് പാർട്ടി ആവട്ടെ സാറേ, അത് തീരുമാനിച്ചാൽ കോൺഗ്രസ് എന്താ ചെയ്യേണ്ടത്? ജനാധിപത്യത്തിന്റെ ഫലമായിട്ട് അങ്ങനെ ആക്രമിക്കപ്പെടുന്നവന് സംരക്ഷണം കൊടുക്കും. ആ പാരമ്പര്യം ഉണ്ട്. ഇനി ഇത് കൊടുക്കാൻ പോകുന്ന, അപ്പൊ ധർമ്മടം പോലൊരു മണ്ഡലത്തിൽ 10-50,000 വോട്ടിന് ജയിച്ചുകൊണ്ടിരിക്കുന്ന CPM-ന്റെ ഒരു കുത്തക, ഒരു കോട്ടയിൽ, നെടുങ്കോട്ടയിൽ കെ സുധാകരനെ പോലൊരു നേതാവ് നിന്ന് തോൽക്കാൻ പോകുമോ? അതാണ് ചോദ്യം. അങ്ങനെ തോൽക്കാനായിട്ട് ഒന്നാമത്തെ ചോദ്യം, കണ്ണൂരിലെ CPM പൊളിറ്റിക്സിന്റെ അന്തർധാര നെഞ്ചിൽ കൊണ്ടറിയുന്നത് നമ്മളെക്കാൾ നന്നായിട്ട് അവിടുത്തെ കെ സുധാകരനെ പോലുള്ളവരാ. ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ കണ്ടൊരു പ്രത്യേകത കണ്ടില്ലേ? ലോക്സഭാ ഇലക്ഷനിൽ ഒരു ഭാഗത്ത് കെ സുധാകരനും മറുഭാഗത്ത് ഇദ്ദേഹമാണ് MB ജയരാജൻ. MB ജയരാജന് കിട്ടേണ്ട വോട്ടാണല്ലോ തീർച്ചയായിട്ടും കണ്ണൂരിലെ ഈ പറഞ്ഞ എല്ലാ ബൂത്തുകളിലും ഭൂരിപക്ഷം വരേണ്ടതാണ് MB ജയരാജന്. പല മണ്ഡലങ്ങളിലും വന്നില്ല. എന്നാൽ ആ വോട്ട് ഇപ്പൊ പിണറായി വിജയന്റെ ബൂത്ത്, പിണറായി സ്കൂളിലെ ബൂത്ത്, ആ ബൂത്തിൽ MB ജയരാജന് ഭൂരിപക്ഷം വന്നാൽ പലരും നോട്ട് ചെയ്യപ്പെടും. അതിന് പകരം ചെയ്തെന്താ അറിയോ? അപ്രധാനിയായ അവിടുത്തെ BJP സ്ഥാനാർത്ഥിക്ക് കൊണ്ടുപോയി പ്രതിഷേധം, പിണറായിയോടുള്ള പ്രതിഷേധം മുഴുവനും അല്ലെങ്കിൽ CPM-നോടുള്ള പ്രതിഷേധം മുഴുവനും CPM-ന്റെ 3-ാം പെട്ടിയിൽ കൊണ്ടുപോയി കുത്തി. അതുകൊണ്ട് എന്താ ഉണ്ടായത്? അതുകൊണ്ട് ആ ബൂത്തിൽ BJP ലീഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ ഇതിനേക്കാളും വലിയൊരു പരാജയം എന്താ ഉള്ളത്? ഇനി ആലോചിച്ച് നോക്കൂ. ഇനി ആ സീറ്റിലൊരു സാധ്യത എന്താ? 50,000 വോട്ടൊന്നും മറിക്കാൻ ഒരു തെരഞ്ഞെടുപ്പിൽ എത്ര കഷ്ടപ്പെട്ടാലും സാധിക്കൂല എന്ന് പറഞ്ഞുകൂടാ. അവിടുത്തെ അന്തർധാര അത്ര ശക്തമാണ്. ഒന്ന്, ഇനി ജയിച്ചില്ല എന്ന് വെച്ചോളൂ, 50,000-ന്റെ ഭൂരിപക്ഷം ഒരു 5,000-ലേക്ക് ചുരുക്കാൻ കെ സുധാകരന് സാധിച്ചു എന്ന് വെച്ചോളൂ. അത് പരാജയമല്ല സാറേ, അത് ഗംഭീരമായ വിജയമാണ്. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, കെ സുധാകരനെ പോലൊരു നേതാവ് ചെന്നിട്ട്, അതും ലോക്സഭയിലേക്ക് വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ചു പോയി ഇപ്പോഴും MP ആയിരിക്കുന്ന ഒരാൾ ആ സീറ്റ് രാജിവെച്ച് വന്നിട്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ പിണറായി വിജയനെ തളക്കും എന്ന് പറഞ്ഞുകൊണ്ട് മത്സരിച്ചാൽ അത് കേരളത്തിൽ ഉടനീളം UDF-ന് ഉണ്ടാക്കുന്ന ഒരു എനർജി ഉണ്ട്. അതും വലുതാണ്. ഒന്ന്. വേറൊരു കാര്യം, അത് കെ സുധാകരനെ പോലെ ഒരാളെ പരാജയപ്പെടുത്തിയാൽ പോലും ഭയങ്കര ഹീറോയിക്കായിരിക്കും. അത് ഹീറോയിസം ഉണ്ടാക്കും. രണ്ടാമത്തെ കാര്യം, 5,000 വോട്ടിന് കെ സുധാകരൻ തോറ്റു എന്ന് വെച്ചോളൂ, പിണറായി വിജയൻ ജയിച്ചു, തലയിൽ മുണ്ടിട്ട് നിയമസഭയിലേക്ക് വരേണ്ടി വരും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതാ ധർമ്മടം പോലും നമുക്ക് ബാലികേറാ മലയല്ല, അടുത്ത തെരഞ്ഞെടുപ്പിൽ പിടിച്ചോ എന്ന് പറയുന്ന ഒരു ആവേശത്തോടെ UDF-ന് മുന്നേറാനും പറ്റും. ഒരുപാട് സാധ്യതകളുള്ള ഒരു മണ്ഡലമാണ് ധർമ്മടം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. UDF-ന് ധാരാളം സാധ്യതകളുണ്ട്. അവിടെ BJP കറക്റ്റായിട്ട് കണ്ണൂർ പൊളിറ്റിക്സ് കളിക്കും, നമ്മൾ എന്തൊക്കെ പറഞ്ഞാൽ. പക്ഷേ ഇതിനകത്ത് കേന്ദ്ര നേതൃത്വം ഇത്തരത്തിലൊരു മത്സരത്തിന് തയ്യാറാകണമെന്ന് സുധാകരനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് അനൗദ്യോഗികമായി നമുക്കറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ജയിച്ചു വരുന്ന ഒരു സുധാകരനെ കൂടി നമുക്ക് സങ്കല്പിച്ച് നോക്കാം. അങ്ങനെ സുധാകരൻ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലൊരു മണ്ഡലത്തിലേക്ക് പോകുമ്പോൾ ചില ഡിമാൻഡുകൾ കേന്ദ്ര നേതൃത്വത്തോട് വച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ഡിമാൻഡ് തർക്കമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ധർമ്മടത്ത് നിന്നെങ്ങാനും കെ സുധാകരൻ ജയിച്ചു വന്നാൽ VD സതീശനും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെ പോയി മാലയിട്ടിട്ട് കെ സുധാകരനെ മുഖ്യമന്ത്രി അതാണ് ഞാൻ പറഞ്ഞത്. വരട്ടെ. അത് വന്നാൽ പോലും അതൊരു ഒരു ഫൈറ്ററുടെ വിജയമല്ലേ. അങ്ങനെ വരട്ടെ എന്ന് വേണം കരുതാൻ. സംഘടിക്കുന്നത് കോൺഗ്രസ്കാർക്കും ആണ്. കറക്റ്റാണ്. ഇത് ഈ തരത്തിലുള്ള ഒരു ടോക്ക് നടക്കുമ്പോൾ
ഇതിപ്പോ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ തന്നെ ഈ തരത്തിലേക്ക് ഒരു ഫോക്കസ് ധർമ്മടത്തെ കേന്ദ്രീകരിച്ച് കെ സുധാകരൻ വേഴ്സസ് പിണറായി വിജയൻ എന്നൊരു ചർച്ച വരുമ്പോ ഇടി അവിടെ ചങ്കിടിക്കുന്നത് കോൺഗ്രസിന്റെ ലീഡർഷിപ്പിനാണെന്നുള്ള കാര്യം തർക്കമൊന്നുമില്ല. ഇടിക്കട്ടെ, എല്ലാവരുടെയും ചങ്കിടിക്കട്ടെ. പ്രശാന്ത് സാറിന് എന്തെങ്കിലും ചേർത്ത് പറയാനുണ്ടെങ്കിൽ പറയാം. ഇല്ല, ഞാൻ പറഞ്ഞത് തന്നെ. അപ്പം ഇത് ഒരു മത്സരത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ പിണറായിയെ തോൽപ്പിക്കാൻ സാധിക്കുമെന്നൊരു മെസ്സേജ് കൊടുക്കാൻ പറ്റും. അതായത് പിണറായി തോറ്റു എന്ന് വേണം വിചാരിക്കാൻ. അതായത് പിണറായിക്കെതിരെ ഈ പറഞ്ഞ മത്സര തൊഴിലാളികൾ മാറി സുധാകരനെ പോലുള്ള ഒരാൾ മത്സരിക്കാൻ വരുമ്പോൾ അതൊരു മത്സരമായിരിക്കും. അത് കേരളത്തിൽ ഒരു ഇലക്ഷൻ നടന്നൊരു പ്രതീതി അല്ലേ? തീർച്ചയായിട്ടും. മാത്രമല്ല ഇത് പകരുന്ന ഒരു ഊർജ്ജം മറ്റ് മണ്ഡലങ്ങളിൽ വോട്ടായി മാറാനുള്ള സാധ്യതയും തീർച്ചയായിട്ടും എല്ലാ അർത്ഥത്തിലും നമുക്ക് കാത്തിരിക്കാം. അങ്ങനെ ഒരു ഇലക്ഷൻ വരട്ടെ. എന്നാൽ ഇത് കാണാൻ റിപ്പോർട്ട് ചെയ്യാനൊക്കെ ഒരു സുഖം ഉണ്ടാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.